കാരോൾഡേസ് മീഡിയ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ കാരോൾഡേസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ലോക്സഭാ ഇലക്ഷൻ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞപ്പോൾ മൂന്നാമതും മോദി സർക്കാർ തന്നെ ഭരണത്തിൽ എത്തിയിരിക്കുകയാണ്. ജൂൺ 9 പുതിയ മന്ത്രിസഭ അധികാരം ഏൽക്കുന്നതാണ്. ഇലക്ഷൻ പ്രമാണിച്ച് കഴിഞ്ഞ 2 ആഴ്ചയായി ബ്ലോക്ക് ചെയ്തിരുന്ന PM കിസാൻ ഔദ്യോഗിക പോർട്ടൽ ഇന്നലെ ജൂൺ 5 മുതൽ വീണ്ടും സജീവമായി. 17ാമത്തെ ഗഡുവിന്റെ വിതരണത്തിനായുള്ള മുന്നോടിയായിട്ടാണ് സൈറ്റ് ബ്ലോക്ക് ആക്കി മാറ്റിയത് ജൂൺ 5 മുതൽ ഇപ്പോൾ ആക്റ്റീവ് ആക്കിയിരിക്കുന്നത്. 17ാമത്തെ ഗഡു അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുന്നതിനൊപ്പം മുൻപ് പല കാരണങ്ങൾ കൊണ്ടും മുടങ്ങിയ ഗഡുക്കളും നൽകുന്നതിനായി ഒരു സ്പെഷ്യൽ ക്യാമ്പയിൻ ജൂൺ 5 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ രാജ്യമെമ്പാടുമായി നടത്തുകയാണ്. അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ, ജനസേവ ഓൺലൈൻ കേന്ദ്രങ്ങൾ എന്നിവയിലൂടെ ഈ ക്യാമ്പ് നടക്കുന്നത്. 3 കാര്യങ്ങളാണ് ഈ സ്പെഷ്യൽ ക്യാമ്പയിനിലൂടെ നടത്തുന്നത്. ആദ്യത്തേത്, PM കിസാൻ സമ്മാൻ നിധിയിൽ ചേർന്ന ശേഷം ഇതുവരെ KYC പൂർത്തിയാക്കാത്തവർ ഈ ദിവസങ്ങളിൽ KYC അപ്ഡേഷൻ പൂർത്തിയാക്കണമെന്നതാണ് പ്രധാന നിർദ്ദേശം. PM കിസാൻ നിധി ആനുകൂല്യം ലഭിക്കുന്ന കർഷകൻ ജീവനോടെയുള്ള ഒരു വ്യക്തിയാണ് എന്ന് കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് KYC അപ്ഡേഷൻ. മുൻപൊരിക്കലെങ്കിലും KYC അപ്ഡേഷൻ ചെയ്തിട്ടുള്ളവർക്ക് ഈ ദിവസങ്ങളിൽ ഇത് വീണ്ടും ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ലാൻഡ് സീഡിംഗ്. PM കിസാൻ ഗഡുക്കൾ കിട്ടുന്നവർ അപേക്ഷയിൽ പറഞ്ഞ കൃഷിഭൂമി സംസ്ഥാന സർക്കാരിന്റെ കൃഷി വകുപ്പിന്റെ കീഴിലുള്ള എയിംസ് പോർട്ടൽ വഴി PM കിസാന്റെ ഔദ്യോഗിക ബോർഡുമായി ബന്ധിപ്പിക്കുന്ന നടപടിയാണിത്. ലാൻഡ് സീഡിംഗ് യെസ് എന്ന പോർട്ടലിൽ കാണിക്കുന്നവർക്ക് മാത്രമേ ഗഡു തുകകൾ ലഭിക്കുകയുള്ളൂ. ഇലക്ഷനോടനുബന്ധിച്ച് കഴിഞ്ഞ 15 ദിവസമായി കിസാൻ നിധി പോർട്ടൽ ബ്ലോക്ക് ആയിരുന്നു. അതിനാൽ ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ ചെയ്യുന്നതിനോ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിനോ സാധിക്കുമായിരുന്നില്ല. എന്നാൽ ജൂൺ 5 മുതൽ ഇക്കാര്യങ്ങൾ വീണ്ടും ചെയ്യാവുന്നതാണ്. അക്കൗണ്ട് ആധാറുമായി സീഡ് ചെയ്യേണ്ടതാണ്. ഇവ പൂർത്തിയാക്കാത്തവർ ജൂൺ 5 മുതൽ 15 വരെയുള്ള സ്പെഷ്യൽ ക്യാമ്പയിൻ സമയത്ത് ഇവ പൂർത്തീകരിച്ചാൽ 17ാമത് ഗഡുവിനൊപ്പം പൂർത്തിയാക്കാത്തത് കൊണ്ട് ലഭിക്കാതിരുന്ന മുൻഗഡുക്കളുടെ തുക കൂടി ലഭിക്കുന്നതാണ്. ഇവ പൂർത്തീകരിച്ചവർ വീണ്ടും ഇവ ചെയ്യേണ്ടതില്ല. ഇതുവരെ വിതരണം ചെയ്ത 16 ഗഡുക്കളിൽ ഏതെങ്കിലുമൊക്കെ മുടങ്ങിയവർക്ക് വേണ്ടിയാണ് ഇപ്പോഴത്തെ ഈ സ്പെഷ്യൽ ക്യാമ്പയിൻ നടത്തുന്നത്. ജൂൺ 15 ഈ ക്യാമ്പയിൻ അവസാനിച്ചതിന് ശേഷമാണ് 17ാമത്തെ ഗഡുവിന്റെ വിതരണം ഉണ്ടാവുക. മൂന്നാം മോദി സർക്കാർ ജൂൺ 9 അധികാരമേൽക്കുമെന്നാണ് റിപ്പോർട്ടുള്ളത്. പുതിയ സർക്കാർ അധികാരമേറ്റാൽ ആദ്യം നടപ്പിലാക്കുന്ന ജനപ്രിയ നടപടികളിൽ ഒന്നായിരിക്കും 17ാമത്തെ കിസാൻ നിധി ഗഡുവിന്റെ വിതരണം. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ 17ാമത്തെ ഗഡുവിന്റെ വിതരണം ഉണ്ടാകാതിരുന്നത്. പുതിയ മന്ത്രിസഭ അധികാരമേൽക്കുന്നതോടെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിക്കുകയും 17ാം ഗഡുവിന്റെ വിതരണത്തിനുള്ള തടസ്സം മാറുകയും ചെയ്യും. 17ാം ഗഡുവിന്റെ വിതരണം ജൂണിൽ തന്നെ ആകാനുള്ള മറ്റൊരു കാരണം ജൂലൈ മാസത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഈ വർഷത്തേക്കുള്ള സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കും. ഈ ബജറ്റ് പ്രഖ്യാപനത്തിൽ കിസാൻ സമ്മാൻ നിധിയുടെ നിലവിലുള്ള ആനുകൂല്യം ഉയർത്തുവാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ 2000 രൂപ വീതം ലഭിക്കുന്നത് 2500 രൂപയായി വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോൾ 3 തവണ 2000 രൂപ വർഷത്തിൽ നൽകുന്നത് ഓരോ 3 മാസം കൂടുമ്പോൾ 2000 രൂപ വീതം നൽകി വർഷത്തിൽ 8000 രൂപ ആക്കുകയോ ചെയ്യുവാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. നരേന്ദ്രമോദിയുടെ മൂന്നാമത്തെ സർക്കാരിന് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന അത്രയും MPമാർ ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കാത്തതിനാൽ കിസാൻ നിധി പോലുള്ള ആനുകൂല്യ പദ്ധതികൾ കൂടുതൽ വിപുലീകരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. കിസാൻ നിധിയുടെ 17ാമത്തെ ഗഡുവിന്റെ വിതരണം അറിയിപ്പ് വന്നാലുടൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. വളരെ പ്രധാനപ്പെട്ടൊരു ഇൻഫർമേഷനാണ് കാരോൾഡേസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ കാരോൾഡേസ് മീഡിയ എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്